എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കണം. കുറേ ദിവസങ്ങളായിട്ട് ചില ആൾക്കാർ ആവശ്യപ്പെടാറുണ്ട്, എൻ്റെ കുറേ കൂട്ടുകാർ ആവശ്യപ്പെടാറുണ്ട്, ചിണ്ടൻ കുഞ്ഞിൻ്റെ ഒരു ദിവസത്തെ കാഴ്ചകളൊക്കെ കാണിക്കണമെന്ന്. പ്രത്യേകിച്ചൊന്നുമില്ല, എഴുന്നേൽക്കുന്നു, കളിക്കുന്നു, ഉറങ്ങുന്നു, ഭക്ഷണം കഴിക്കുന്നു, വീണ്ടും അതിൻ്റെ തനിയാവർത്തനങ്ങൾ തന്നെയാണ് കേട്ടോ. എങ്കിലും അത് ഇഷ്ടമുള്ള കുറച്ച് പേർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. കണ്ടു നോക്കൂ. ഞാൻ എഴുന്നേറ്റ് എൻ്റെ വാതിൽ തുറക്കുമ്പോഴേക്കും അവൻ കരഞ്ഞു തുടങ്ങും കേട്ടോ. ഒന്ന് കണ്ടു നോക്കിക്കോളൂ എല്ലാവരും. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. ഫാൻ ഓഫ് ചെയ്യട്ടേട്ടോ, പോരാട്ടോ. എന്നും രാവിലെ ഞാൻ അവനെ ഒന്ന് എടുക്കും കേട്ടോ. അവന് വലിയ സന്തോഷമാണ് കേട്ടോ. അവൻ്റെ സ്നേഹത്തിൻ്റെ ശബ്ദം ഇങ്ങനെ കേൾക്കാം. എന്തൊരു ഇഷ്ടമാണെന്നറിയോ അങ്ങനെ ഞാൻ എടുക്കണത്. ഇന്നിപ്പോൾ വീഡിയോ എടുക്കണമായിരുന്നു, കുറച്ച് നേരം എടുക്കണുള്ളൂ. താഴെ വയ്ക്കട്ടെ. എനിക്ക് അങ്ങനെ ഒറ്റയ്ക്ക് എടുക്കുമ്പോഴേ വീഡിയോ എടുക്കുന്നത് ഒറ്റയ്ക്കല്ലേ, അതുകൊണ്ട് പറ്റില്ല. കണ്ടോ, അമ്മ വേഗം ഭക്ഷണം തരൂ എന്ന് പറയുകയാണ് എന്നോട്. എഴുന്നേറ്റ് ഉടനെ ഞാൻ ഭക്ഷണം വേണം കേട്ടോ. ക്യാറ്റ് ഫുഡ് കഴിക്കാൻ പോവാണ്. ശരിക്കും മീനാണ് ആദ്യം കഴിക്കുക. അങ്ങനെ ചിണ്ടുക്കുട്ടൻ്റെ ഒരു ദിവസം തുടങ്ങുകയാണ് കേട്ടോ. രാവിലെ തന്നെ മീൻ കഴിക്കുകയാണ്. ക്യാറ്റ് ഫുഡ് പോയി നോക്കിയെങ്കിലും അങ്ങനെ കഴിച്ചില്ല. 2 മണിയേ കഴിച്ചുള്ളൂ. തിരിച്ചു വന്നു. മീനാണ് രാവിലെ വേവിച്ച മീൻ മുള്ളു മാറ്റിയിട്ടാണ് അവൻ കഴിക്കുക കേട്ടോ. അപ്പോൾ ചിണ്ടൻ്റെ ഒരു ദിവസത്തെ കാഴ്ചകളാണ് ഇന്ന് കാണിക്കാൻ പോണത്. കുറേ നാളായി പറയണു എല്ലാവരും ചിണ്ടൻ്റെ ഒരു ദിവസത്തെ കാര്യങ്ങളൊക്കെ കാണിക്കണമെന്ന്. അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. തീറ്റ, ഉറക്കം, കളി, ഇതൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ അവൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് അവന് പുറത്തേക്ക് പോകും. മീനൊക്കെ കഴിച്ച് വിശപ്പൊക്കെ മാറി. എങ്കിലും ഒരു തമാശയ്ക്ക് വേണ്ടി വന്നിട്ട് ക്യാറ്റ് ഫുഡ് കഴിക്കുക കേട്ടോ. കഴിച്ചേക്കാം, ഏതായാലും അമ്മ തന്നതല്ലേ എന്ന് വിചാരിച്ചിട്ട് കഴിക്കുകയാണ് കേട്ടോ. പിന്നെ ചിണ്ടൻ പുറത്തേക്ക് പോയിട്ടില്ല. ഞാൻ പല്ലേക്കാൻ പോയേക്കായിരുന്നു കേട്ടോ. ഇപ്പം മണി 5:30. ഞാൻ കാണിച്ചു തരാം. കാണുന്നുണ്ടോ? മണി 5:30 കഴിഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ. ഇപ്പം ഞാൻ എഴുന്നേറ്റ് കുറച്ച് നേരമായി. ഞാനിന്ന് കുറച്ച് ലേറ്റായി. 5:15 എപ്പോഴും എഴുന്നേറ്റത് കേട്ടോ. കാലുവേദന കാരണേ രാത്രി ശരിക്കും ഉറങ്ങാൻ പറ്റണില്ല. മാറി വരണേ ഉള്ളൂ. പിന്നെന്താ പറയുക, അവൻ്റെ റൂമിൽ ട്രെയിൽ മണ്ണ് വെച്ച് കണ്ടപ്പോൾ എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നാടൻ പൂച്ചയല്ലേ, എന്തിനാണ് മണ്ണ് വെക്കണേന്ന്. നാടൻ പൂച്ചയായാലും പേർഷ്യൻ ക്യാറ്റായാലും ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അവർക്കും ചെയ്യണ്ടേ. പെട്ടെന്നെങ്ങാനും രാത്രി മൂത്രമൊഴിക്കാൻ തോന്നിയാൽ എന്ത് ചെയ്യും? അതുകൊണ്ട് വെച്ച് കൊടുത്തേക്കണം കേട്ടോ. അവനങ്ങനെ പോവാറില്ല. ചെറിയ കുട്ടിയായിരുന്നപ്പോൾ മാത്രമേ അവനങ്ങനെ അതിൽ പോയിട്ടുള്ളൂ. 1, 2 ഒക്കെ സാധിച്ചിട്ടുള്ളൂ. ഇപ്പം അവൻ പുറത്ത് തന്നെയാണ് പോണത്. മഴ സമയമാണെങ്കിൽ അവൻ ചിലപ്പോൾ മടിയാവും. അതുകൊണ്ടാണ് വെച്ച് കൊടുത്തേക്കണത്. എന്താ വിളിച്ചിരിക്കണേ? പുറത്തേക്ക് പോകണ്ടേ? വരൂ, പോവാം. കുഞ്ഞാ, പുറത്തേക്ക് പോവാം, വരൂ. ഇനി കുറച്ച് കുറുമ്പൊക്കെ ഉണ്ട് കേട്ടോ. ക്യാറ്റ് ഫുഡ് തട്ടി താഴ്ത്തിക്കിടുക, അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അതിന് വേണ്ടി അവിടെ കിടക്കുകൾ. ഇന്നെന്താണ് അവ പുറത്തേക്ക് പോകാൻ ധൃതിയില്ല. അല്ലെങ്കിൽ എഴുന്നേൽക്കുമ്പോഴേക്കും കരയും കേട്ടോ. അപ്പം ഇന്ന് മൂത്രമൊഴിക്കാനുള്ള ആവശ്യമില്ല. ഇതേ കണ്ടോ, മാന്തറ ഉണ്ടോ? ഇതൊക്കെ മാന്തി കളയുന്നവൻ. എന്താ കുഞ്ഞാ, വരൂ, പുറത്തേക്ക് പോവാ, വരൂ. എന്ത് കാണിക്കണേ? തട്ടിക്കളയത് വേണ്ട. കുറുമ്പനാണ് കുറുമ്പൻ. കുഞ്ഞാ, തട്ടിപ്പോവത്. വരൂ, നമുക്ക് പുറത്തേക്ക് പോവാം. ഓടി വാ, നല്ല കുട്ടിയല്ലേ, ഓടി വരൂ. വെക്കുമ്പോൾ തന്നെ അവൻ്റെ ശത്രു ഇരിക്കുന്നുണ്ട്. കണ്ടോ, അവൻ രാവിലെ ഭക്ഷണം കഴിക്കണം. ഇന്നെന്തോ അമ്മണിയും കുഞ്ഞിപ്പെണ്ണയും കാണാനില്ല കേട്ടോ. അവർ വരാറുണ്ട് രാവിലെ തന്നെ കേട്ടോ. ഇരുട്ട് കണ്ടുകൊണ്ടാണ് എന്നും ഞാൻ എഴുന്നേക്കണത്. തരാം, പൊക്കോളൂ, തരാം. ഇവിടെ ഇരുട്ടാണ്, ലൈറ്റില്ല. പച്ചമീനാണ് കൊടുത്തേക്കണേ കേട്ടോ. ചിണ്ടൻ കുഞ്ഞ് പതുക്കെ പുറത്തിറങ്ങിയിട്ടുണ്ട് കേട്ടോ. അവർ ഭക്ഷണം കഴിക്കുന്ന സമയം കൊണ്ട് അവൻ പതുക്കെ ഒന്ന് കറങ്ങാനായിട്ട് പോവുകയാണ്. പക്ഷെ ശ്രദ്ധിക്കണം, എപ്പോൾ വേണമെങ്കിലും മിന്നുവിൻ്റെ ആക്രമണം ഉണ്ടാകാം. അപ്പോൾ ഞാനിവിടെ ലൈറ്റ് ഇട്ട് കൊടുത്തു. അവനവിടെ പോയിട്ട് കുറച്ച് നേരം കളിച്ച് അവൻ്റെ കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് വരട്ടെ. ഞാൻ എൻ്റെ അടുക്കള ജോലിക്ക് പോവാണ് കേട്ടോ. പക്ഷേ ശ്രദ്ധ മുഴുവൻ പുറത്തായിരിക്കും. ഇവന് ഇവിടെ നിൽക്കുന്നുണ്ടല്ലോ, മിന്നുണ്ടല്ലോ, അതുകൊണ്ട് മാത്രം. ഇപ്പോൾ ഒരു 10 മണിയൊക്കെ ആയെന്ന് തോന്നുന്നു കേട്ടോ. പുറത്തെ കളിയെല്ലാം കഴിഞ്ഞ് വന്നു. മേലൊക്കെ കുറച്ച് വെള്ളമൊക്കെ ആക്കി വന്നിട്ടുണ്ട്. മഴ ചാറിയിരുന്നു. അപ്പം ഞാൻ അവൻ്റെ ദേഹത്തെ വെള്ളമൊക്കെ ഒന്ന് തുടച്ചു കൊടുക്കുകയാണ്, വൃത്തിയാക്കുകയാണ്. അതോ ഇനി ചേട്ടൻ ചെടിക്ക് നനച്ചപ്പോൾ അതിൻ്റെ ഇടയിൽ പോയിരുന്നാണോ എന്നറിയില്ല. വലിയ ഇഷ്ടമാണ് അങ്ങനെയൊക്കെ പോയിരിക്കാനായിട്ട്. അപ്പോൾ ദേഹത്തെ വെള്ളവും മണ്ണും ഒക്കെ ഞാൻ തുടച്ചു കൊടുക്കണം. അവന് ഇഷ്ടമില്ല കേട്ടോ. ചില സമയത്ത് ഇഷ്ടമാണ്, ചില സമയത്ത് ഇഷ്ടമില്ല. വെള്ളത്തിൽ കളിക്കാൻ ഇഷ്ടമാണ്,
തുടപ്പിക്കാൻ ഇഷ്ടമില്ല. അപ്പോൾ ഈ ഒരു ടർക്കി കൊണ്ടാണ് എന്നും അവനെ തുടയ്ക്കണത് കേട്ടോ. അത് ഞാൻ കഴുകി വൃത്തിയാക്കി വെക്കും. മതി, എൻ്റെ പുറകെ വരണ്ട, പൊക്കോളൂ, ഞാൻ വൃത്തിയായി എന്ന് പറഞ്ഞ് എന്നെ ഓടിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വാലൊക്കെ വൃത്തിയാക്കട്ടെ, അമ്മയുടെ ചിണ്ടുക്കുഞ്ഞല്ലേ എന്നൊക്കെ ചോദിച്ച് അവനെ കൊഞ്ചിച്ച് അങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് ഒക്കെ ശരിയാക്കി എടുക്കുകയാണ് കേട്ടോ. ഇനി ഇത് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് എന്താ, ഭക്ഷണം കഴിക്കൽ. അവന് എന്താ പറയുക, അഡൾട്ടിൻ്റെ ക്യാറ്റ് ഫുഡ് കൊടുക്കുമ്പോൾ പിടിക്കണില്ല കേട്ടോ. ഒരു പ്രാവശ്യം ഛർദ്ദിച്ചു. അതുകൊണ്ട് കിറ്റൻ്റെ തന്നെയാണ് കൊടുക്കുന്നത്, മറ്റേ പൂച്ചകൾക്ക് വേറെ വാങ്ങിക്കും. അങ്ങനെയാണ്. അപ്പോൾ അവന് വെള്ളവും വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അവൻ്റെ എല്ലാ പാത്രങ്ങളും ഞാൻ നല്ല വൃത്തിയായി കഴുകി വെച്ചിട്ടാണ് ഫുഡ് കൊടുക്കുക. ഇവൻ്റെ മാത്രമല്ല, പുറത്തുനിന്ന് കഴിക്കാൻ വരുന്ന ഏത് പൂച്ചകളായാലും പട്ടികളായാലും അവർക്കൊക്കെ പാത്രങ്ങൾ കഴുകി വൃത്തിയാക്കിയിട്ടാണ് ഞാൻ വെള്ളം കൊടുക്കുള്ളൂ കേട്ടോ. വെള്ളം ഫുഡും ഒക്കെ അങ്ങനെ കൊടുക്കുള്ളൂ. അതിനുശേഷം ഞങ്ങളുടെ ബെഡ്റൂമിൽ കയറിയിട്ടുണ്ട്. രാത്രി മാത്രമാണ് അവൻ്റെ മുറിയിൽ അവൻ ഉറങ്ങുള്ളൂ. പകലൊക്കെ ഞങ്ങളുടെ കൂടെ ഇരിക്കണം. അപ്പോൾ ഞാൻ എൻ്റെ ബെഡിൻ്റെ മേളിൽ വേറൊരു തുണിയും കൂടി വിരിച്ചിട്ടുണ്ട്. കാരണം അപ്പോൾ പിന്നെ അവൻ കയറി അങ്ങനെ അധികം അഴുക്കാക്കില്ലല്ലോ, രോമമൊക്കെ ആവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അത് അവന് ഇഷ്ടപ്പെടില്ല അങ്ങനെ വിരിച്ചേക്കണ കാണുമ്പോൾ. എന്തിനാ എനിക്ക് വേറെ എന്ന് ചോദിക്കും. പെട്ടെന്ന് കരണ്ട് പോയി, ആ സമയത്ത് തിന്നാൻ വന്നേക്കാട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ എന്തെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ? തിന്നുക, ഉറങ്ങുക, കളിക്കുക, ഇത് മാത്രമേ ഉള്ളൂ അവൻ്റെ പണി. എന്നാലും സാരമില്ല, ഇഷ്ടമുള്ളവർക്ക് കാണാമല്ലോ അവനെ. വീണ്ടും അപ്പോൾ തീറ്റ എല്ലാം കഴിഞ്ഞു കളിക്കാൻ പോയി. പാവക്കുട്ടി എവിടെന്നോ പൊക്കിക്കൊണ്ട് പോകുന്നു. പൂജാമുറി കൊണ്ട് ഒളിപ്പിച്ച് വെച്ചേക്കായിരുന്നു കേട്ടോ. ഞാനിത് എവിടെയെന്ന് അന്വേഷിച്ചിങ്ങനെ നടക്കുമ്പോൾ പൂജാമുറിയുടെ ഭഗവാന്റെ അടുത്ത് കൊണ്ട് വെച്ചേക്കണം. അങ്ങനെയൊക്കെ ചെയ്യും അവൻ കിണ്ടിലത്തെ വെള്ളം കുടിക്കും, കിണ്ടി തട്ടി താഴെ ഇടും, ആ വെള്ളമൊക്കെ തട്ടിക്കളയും. അവൻ എന്ത് പൂജാമുറി, അവനെല്ലാ സ്ഥലവും ഒരുപോലെയാണല്ലേ. പിന്നെ ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവരെയൊക്കെയാണല്ലോ, അതുകൊണ്ട് ഒരു കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ പോണേനൊന്നും ഒരു കുഴപ്പമില്ല. ഈശ്വര സർവ്വഭൂതാനാം എന്നാണല്ലോ പറഞ്ഞേക്കണത്, അതുകൊണ്ട് കുഴപ്പമില്ല. ഞാനങ്ങനെ വിശ്വസിക്കുകയാണ് കേട്ടോ. എനിക്കതുകൊണ്ട് അങ്ങനത്തെ പ്രത്യേകിച്ച് പൂജാമുറി ഇവൻ കയറുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ അവൻ്റെ കളിയോട് കളി, അവൻ്റെ പ്രിയപ്പെട്ട പാവ. മറ്റേ പാവ അങ്ങനെ എടുക്കുകയൊന്നുമില്ല കേട്ടോ, വല്ലപ്പോഴൊക്കെ എടുത്തുകൊണ്ട് വരുള്ളൂ. ഇതിനെ എവിടെ നിന്നാണെങ്കിലും അവൻ തപ്പി പിടിച്ചുകൊണ്ട് വരും. ഇതാണ് അവന് പ്രിയപ്പെട്ട പാവ. അത് വെച്ച് കളിച്ചുകൊണ്ടിരിക്കുക. കൂടെ പക്ഷെ ഞാനും വേണം, എന്നാലാണ് ഒരു രസമുള്ളൂ അമ്മേ. ഒറ്റയ്ക്കൊരു സുഖമില്ല കളിക്കാൻ. അപ്പം പാവയും കൊണ്ട് എൻ്റെ അടുത്തേക്ക് വരും കേട്ടോ. അവൻ ഒറ്റയ്ക്ക് കളിക്കുന്ന ഇഷ്ടമില്ല. ഞാൻ എവിടെയും നിൽക്കണമെന്ന് വെച്ചാൽ അവിടേക്ക് വരും. എന്നിട്ട് അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും. ഇതൊക്കെയാണ് നമ്മുടെ ചിണ്ടൻകുഞ്ഞിൻ്റെ കാര്യങ്ങൾ. ഇതുപോലെ തന്നെയായിരിക്കും അല്ലേ ഓരോ പെറ്റുള്ള വീടുകൾ, പട്ടിയാവട്ടെ പൂച്ചയാവട്ടെ വേറെ എന്ത് മൃഗമാവട്ടെ, ഇതുപോലെ തന്നെയായിരിക്കും നമ്മളവരെ സ്നേഹിക്കുക അല്ലേ. അത് കഴിഞ്ഞ് ഓടിച്ചാടി ഷെൽഫിനകത്തേക്ക് കയറി. അത് എപ്പോഴും അങ്ങനെ ഉണ്ട് കേട്ടോ. കയറിയിട്ട് അവിടെ കുറേ ഗുളികയൊക്കെ ഉണ്ട്, അതൊക്കെ തട്ടി താഴെ ഇടുക. പെറുക്കി ഓരോന്നും കടിച്ച് താഴ്ത്തിക്കിടും. ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ്, കുട്ടിയായിരിക്കുമ്പോൾ അതിനുള്ളിൽ കയറിയിരിക്കും കേട്ടോ. എപ്പോഴും വലിയ ഇഷ്ടമാണ് അവിടെ കയറിയിരിക്കാനായിട്ട്. അവിടെ കയറിയിരുന്ന് എന്തെങ്കിലും നോക്കുകയാണ്. അവിടെയാണെങ്കിൽ കറണ്ട്, മഴ പെയ്തുകൊണ്ട് കറണ്ട് ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് എന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അമ്മേ ഞാൻ കണ്ടോ ഞാൻ എവിടെ ഇരിക്കണത് എന്നും പറഞ്ഞ് അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. പുറത്തേക്ക് അങ്ങനെ അധികം പോകണില്ല കേട്ടോ. അപ്പോൾ രാത്രി ഒറ്റ ദിവസം പുറത്ത് പോകാറില്ല കേട്ടോ. ആ വിഷു സമയത്ത് പോയതാണ്. അതിനുശേഷം ഇന്നേ വരെയും രാത്രി പുറത്തേക്ക് പോയിട്ടേ ഇല്ല. എല്ലാ ദിവസവും ഇവിടെ തന്നെ റൂമിലാണ് ഉറങ്ങണത്. അതുകൊണ്ട് എനിക്ക് വലിയ സമാധാനമാണ്. അവൻ പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു സമാധാനം ഇല്ലാണ്ട് ഉറക്കമില്ലാണ്ട് കിടക്കണം ഞാൻ. വീണ്ടും ഭക്ഷണം കഴിക്കില്ല. ഇപ്പം മീനാണ്, മുള്ള് മാറ്റിയ മീൻ, വേവിച്ച മീനാണ് കഴിക്കുന്നത്. ഒരു ചെറിയ മുള്ളുണ്ടെങ്കിൽ പോലും അവൻ കഴിക്കില്ല കേട്ടോ. എനിക്കതാ പേടി. അവൻ എവിടെയെങ്കിലും പോയാൽ ആരാ അവൻ ഇങ്ങനെയൊക്കെ ഫുഡ് കൊടുക്കുക, അതൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് സങ്കടം വരും കേട്ടോ. ഇത്രയ്ക്ക് പുന്നാരിക്കണ്ടെന്ന് തോന്നും ചില സമയത്ത്. പിന്നെ വീണ്ടും കളി തന്നെ കളി. പിന്നെ പെട്ടെന്ന് കരണ്ട് പോയി. ഇവിടെ അത് തന്നെയായിരുന്നു, കരണ്ട് പോവലും കരണ്ട് വരലും തന്നെ. അപ്പം നിങ്ങൾ വിചാരിക്കും ബോറടിക്കണു അല്ലേ? പക്ഷേ എനിക്ക് ബോറടിക്കണേ ഇല്ല. എനിക്ക് ഇവൻ്റെ കൂടെ ഇങ്ങനെ ഇരുന്ന് കളിക്കുമ്പോഴും ഇതാവുമ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഒരു സന്തോഷം തോന്നുന്നത്. അതിനുശേഷം വീണ്ടും കിടന്നുറങ്ങി. നല്ല മഴക്കാറുണ്ട് കേട്ടോ. മഴക്കാറിലൊരു ദിവസം എടുത്താൽ കുറച്ച് ദിവസമായി ഇത് എടുത്തിട്ട് കേട്ടോ. പിന്നെ എനിക്കത് എഡിറ്റ് ചെയ്യാനൊക്കെ സമയമില്ലാത്തതുകൊണ്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ശബ്ദമൊക്കെ കൊടുക്കണ്ടേ, അതുകൊണ്ട്. അങ്ങനെ ചില സമയത്ത് പള്ളിയിലൊക്കെ നല്ല ശബ്ദമായിരിക്കും. അപ്പോൾ നമുക്ക് ഓൺ വോയിസ് കൊടുക്കാൻ പറ്റില്ല. അവിടെ പണിയൊക്കെ നടക്കണ്ടേ, ഡ്രില്ല് ചെയ്യണ ശബ്ദമൊക്കെ ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ശബ്ദം കൊടുക്കുന്നത്. ശരിക്കും എനിക്ക് അവനോട് സംസാരിക്കണ ശബ്ദം ഇടുന്നത് തന്നെയാണ് ഇഷ്ടം. പക്ഷേ വല്ലാത്ത ഡിസ്റ്റർബൻസ് ആയിരിക്കും. പിന്നെ എൻ്റെ കൂടെ കളിക്കുകയാണ്. അങ്ങനെ അമ്മ ഇരുന്നാൽ പറ്റില്ല. എൻ്റെ കൂടെ വന്ന് കുറച്ച് നേരം കളിക്കൂ. എനിക്ക് വേറെ ആരും കൂട്ടില്ല. ചേട്ടനും ചേച്ചിയൊക്കെ ഉണ്ടായിരുന്നപ്പോൾ എന്ത് രസമായിരുന്നു. എപ്പോഴും അവർ എൻ്റെ കൂടെ കളിക്കും. കാരണം അവർക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ. എനിക്ക് വീട്ടിൽ ഇഷ്ടംപോലെ ജോലിയില്ലേ. പിന്നെ വേറെ എത്ര വരുന്ന പൂച്ചകൾക്കും എല്ലാവർക്കും ഭക്ഷണം കൊടുക്കണം, അവരുടെ പാത്രങ്ങൾ കഴുകണം, പിന്നെ അവരുടെ വഴക്ക് തീർക്കണം. അങ്ങനെ എന്തൊക്കെ ജോലിയുണ്ട് എനിക്ക്. വീണ്ടും കിടന്നുറങ്ങുന്നു. അപ്പോൾ മനസ്സിലായില്ലേ ഇപ്പോൾ റൊട്ടീൻ എങ്ങനെയാണെന്ന്. ഉറക്കം, തീറ്റ, എഴുന്നേക്കൽ, ഇതൊക്കെ തന്നെ. ഇതാണ് അവൻ്റെ ഒരു ജോലി. പിന്നെ വീണ്ടും പുറത്തിറങ്ങി. വൈകുന്നേരം ആകുമ്പോൾ ഇങ്ങനെ ഒരു 5:30 മണിയൊക്കെ ആകുമ്പോൾ പുറത്തിറങ്ങും. ചിലപ്പോൾ 5 മണി. അങ്ങനെ പുറത്തെല്ലാം കറങ്ങി അവൻ്റെ ആവശ്യങ്ങൾ, അവൻ്റെ മൂത്രമൊഴിക്കലും 1ഉം 2ഉം എല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു 8 മണിയാകുമ്പോഴായിട്ട് അവനകത്തേക്ക് കയറുള്ളൂ. അതുവരെ ഇങ്ങനെ കളിക്കുക. അപ്പോൾ നോക്കിയപ്പോൾ മുകളിൽ മിന്നു ഇരിക്കുന്നുണ്ട്. അയ്യോ അമ്മേ, മിന്നു ഇരിക്കുന്നുണ്ട്, പേടിയാവണോ എന്നും പറഞ്ഞ് എന്നോട് പോവല്ലേ അമ്മേ, എനിക്ക് പേടിയാണെന്നും പറഞ്ഞിരുന്നു. പക്ഷേ മിന്നു അങ്ങനെ ഇറങ്ങി വന്നു. എന്നെ കണ്ട കാരണം ഓക്കെ ഇവിടെ ആൾ നിൽക്കണ്ടോ, ഞാൻ അറിഞ്ഞില്ല, അവനെ ഒന്ന് കടിക്കായിരുന്നു എന്നും പറഞ്ഞിട്ടാണ് അവൻ ഓടി വരുന്നത് കേട്ടോ. എന്നെ കാണുമ്പോൾ അവൻ നല്ല കുട്ടിയാവും കേട്ടോ. മിന്നു പാവത്തിനെ പോലെയാവും. മിന്നു ഇവിടുത്തെ പൂച്ചയല്ല കേട്ടോ,
മിന്നു എവിടുന്നോ വരുന്ന പൂച്ചയാണ്, ഫുഡ് കൊടുക്കണമെന്ന് മാത്രം. പിന്നെ രാത്രിയായി, ഇപ്പോൾ ഒരു 7:30 ആയിട്ടുണ്ട്. 7:30 മണിക്കുള്ള കളിയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഒരു ദിവസത്തിൻ്റെ അവസാനത്തെ കളികൾ. അത് കഴിഞ്ഞാൽ 8 മണി ഏകദേശം, ചിലപ്പോൾ തന്നെത്താനെ വരും കേട്ടോ. ഒരു 7:45 ആകുമ്പോൾ വാതിലിൻ്റെ അവിടെ ഇങ്ങനെ കരയും, അല്ലെങ്കിൽ മുട്ടും. അവൻ്റെ തട്ടി ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കും. അപ്പം ഞങ്ങൾ തുറക്കും, അല്ലെങ്കിൽ ഞാൻ തന്നെ പോയി എടുത്തിട്ട് വരും. ചില ദിവസം ഇഷ്ടമില്ല, കുറേ പ്രാണികൾ, തവള കുഞ്ഞുങ്ങളെ കണ്ട് അവന് കയറാൻ ഇഷ്ടമില്ല, അവരോട് കളിച്ചുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ ചില സമയത്ത് തന്നെത്താനെ വരും, മതിയായിട്ട് വരും. ഈ സമയത്തൊക്കെ മിന്നു പോയി കേട്ടോ. മിന്നു ഒരു 7:30 മണിയൊക്കെ ആകുമ്പോഴേക്കും മിക്കവാറും പോകും. 7 മണിയൊക്കെ ആകുമ്പോഴേക്കും പോകും. ഇവിടെ നിൽക്കാറില്ല, കാരണം അവൻ വേറെ ഇവിടുത്തെ പൂച്ചയാണ്. അവൻ പോകും, ഭക്ഷണമെല്ലാം കഴിച്ച് കഴിഞ്ഞാൽ അവൻ പോകും, ഇവിടെ നിൽക്കില്ല. പിന്നെയാണ് അവൻ സ്വാതന്ത്ര്യത്തോടെ കളിക്കുന്നത്. അല്ലാത്ത സമയത്തൊക്കെ ഞാൻ ആരെങ്കിലും കൂട്ട് വേണം, എന്നാലേ അവന് കളിക്കാൻ പറ്റുള്ളൂ. അവന് പേടിയാണ്. അപ്പോൾ രാത്രിയായി, അവൻ അകത്തേക്ക് കയറി വന്നിട്ടുണ്ട്. രാത്രി അമ്മേ സപ്പർ തരൂ, എൻ്റെ അത്താഴം എവിടെ എന്ന് ചോദിച്ച് വന്ന് നിൽക്കുന്നുണ്ട്. അവൻ്റെ അത്താഴം വീണ്ടും രാത്രി ക്യാറ്റ് ഫുഡ് കഴിക്കില്ല കേട്ടോ. മീനും വേവിച്ച മീൻ അതാണ് കഴിക്കുക. അപ്പോൾ അയിലയാണ് കേട്ടോ കിട്ടിയേക്കണത്. അവന് ഇഷ്ടപ്പെട്ട മീനാണത്, അത് കഴിച്ചു. എന്ന് വെച്ചിട്ട് അവൻ കുറേ അധികം ഭക്ഷണം കഴിക്കില്ല കേട്ടോ. കഴിക്കുമ്പോൾ കുറേശ്ശേ കഴിക്കുള്ളൂ. കുറച്ച് ഭക്ഷണങ്ങൾ, പൂച്ചത്തീറ്റ എന്ന് പറയില്ലേ, അതുപോലെയാണ് കേട്ടോ. അതിനുശേഷം കുറച്ച് നേരം അവിടെ ഇങ്ങനെ കിടക്കും. എന്നിട്ട് ആണ് ഞാൻ എടുത്തുകൊണ്ട് പോയി അവനെ അകത്ത് കിടത്തി. ചിലപ്പോൾ ഇവിടെ കിടന്ന് ഉറങ്ങും. ഞാൻ അവൻ്റെ റൂമൊക്കെ ശരിയാക്കി പാവക്കുട്ടിയൊക്കെ എടുത്തു വെച്ചു. ഇത് വേറെ പാവക്കുട്ടിയാട്ടോ. അതിനെയൊക്കെ എടുത്തു വെച്ചു. അവന് ട്രേ അവിടെ വെച്ചിട്ടുണ്ട്, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അവൻ മൂത്രമൊന്നും ഒഴിക്കില്ല. എന്നാലും ഞാൻ വെറുതെ ഇനി തോന്നിയാലോ എന്ന് വിചാരിച്ച് വെക്കണം. നാടൻ പൂച്ചയ്ക്ക് അത് വേണമെന്നൊക്കെ എനിക്ക് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഏത് പൂച്ചയ്ക്കായാലും വേണ്ട കാര്യങ്ങളൊക്കെ വേണമല്ലോ, എല്ലാവർക്കും ഒരുപോലെ തന്നെയല്ലേ എല്ലാം. അപ്പോൾ വീണ്ടും രാത്രി ഒന്നും കൂടി കളിക്കുകയാണ്. അമ്മ മതി, എനിക്ക് ഉറങ്ങാറായിട്ടില്ല, ഉറക്കം വന്നിട്ടില്ല എന്ന് പറഞ്ഞ് കളിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു പറ്റില്ല, വരൂ, ഉറങ്ങാറായി, എനിക്ക് കിടക്കണം, എനിക്ക് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാണ്ടെന്നും പറഞ്ഞ് ഞാനും എടുത്തുകൊണ്ട് പോയിട്ട് അവനെ കിടത്തുകയാണ് കേട്ടോ. അവനെ ഒറ്റയ്ക്ക് കിടത്തണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കൂടെ കിടത്താൻ പറ്റില്ല, അവനപ്പോൾ ഉറങ്ങില്ല. അപ്പോൾ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല, ഞാൻ കുറേ മരുന്നൊക്കെ കഴിക്കുന്ന ആളാണ്, എനിക്ക് രാത്രി ഉറക്കം വേണം. പക്ഷെ അവന് ശീലമാണ് കേട്ടോ, അവന് കുഴപ്പമൊന്നുമില്ല. അവനവിടെ സുഖമായിട്ട് കിടന്ന് ഉറങ്ങിക്കോളും. അങ്ങനെ അവൻ അവിടെ കിടന്ന് ഉറങ്ങി. ഇനി നാളെ രാവിലെ എഴുന്നേൽക്കുള്ളൂ കേട്ടോ. അങ്ങനെയാണ് അവൻ്റെ ജീവിതചക്രം മുന്നോട്ട് പോകുന്നത്. ഞാൻ നന്നായിട്ടൊക്കെ ഒന്ന് കൊഞ്ചിച്ച്, അമ്മയുടെ നല്ല കുട്ടിയല്ലേ, നാളെ രാവിലെ കാണാം എന്നൊക്കെ പറയും. ഗുഡ് നൈറ്റ് പറഞ്ഞിട്ടാണ് ഞാൻ പോവുക. അപ്പോൾ അവനവിടെ കിടന്ന് ഉറങ്ങിക്കോളും. പിന്നെ അവൻ കരയില്ല, ഒന്നുമില്ല. കുട്ടിയായപ്പോൾ മുതൽ അവന് ശീലമായിട്ടുള്ള കാര്യമാണ് കേട്ടോ. അവന് പേടിയൊന്നുമില്ല ഒറ്റയ്ക്ക് കിടക്കാൻ. അവൻ പാവക്കുട്ടികളെയും വെച്ച് കിടക്കും. പിന്നെ പിറ്റേ ദിവസം 5 മണി 4:30 ഞാൻ എപ്പോഴാണ് എഴുന്നേക്കണമെന്ന് വെച്ചാൽ അപ്പോഴാണ് കേട്ടോ അവൻ എഴുന്നേക്കുള്ളൂ. ഒന്നുമില്ലെങ്കിൽ 5 മണി, ഞാൻ 4:30 4:30 ഞാൻ എഴുന്നേറ്റ് അപ്പോൾ അവൻ എഴുന്നേക്കും. അങ്ങനെയാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുക. എല്ലാവർക്കും ടാറ്റാ.